കേരളത്തിലെ ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ്. അടുത്തിടെ സഹോദരൻ ഗോകുൽ സുരേഷും താനും ഗുരുവായൂരിൽ നിന്ന് വരുന്ന വഴിക്ക് വെച്ച് 2 ബസ്സുകളുടെ മത്സരയോട്ടം കാരണം തങ്ങളുടെ കാർ ഒരു മരത്തിലിടിച്ച് വലിയ അപകടമുണ്ടാകേണ്ട അവസ്ഥയുണ്ടായെന്നാണ് മാധവ് പറയുന്നത്. ഒന്നുകിൽ കേരള സർക്കാർ KSRTC ബസ്സുകളെയും പ്രൈവറ്റ് ബസ്സുകളെയും ഒരു പാഠം പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഇനി ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന വാഹനങ്ങൾ അടിച്ചുപൊട്ടിച്ച് കുറ്റക്കാരുടെ മുഖം തകർക്കാനുള്ള ലൈസൻസ് തനിക്ക് തരണമെന്നും മാധവ് സുരേഷ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. 2 ബസ്സുകൾ മത്സരിച്ചോടി അപകടമുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടാണ് മാധവ് സുരേഷ് പ്രതികരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ഞാൻ മുൻപ് പങ്കുവച്ച സ്റ്റോറി. പ്രത്യേകിച്ച് മധ്യ വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഇതൊരു സ്ഥിരം അനുഭവമായിരിക്കണം. കലൂരിൽ ഒരു സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് എൻ്റെ സഹോദരൻ വിശാഖിനെ എനിക്ക് നഷ്ടപ്പെടേണ്ടതായിരുന്നു. അടുത്തിടെ ഞാനും ചേട്ടൻ ഗോകുലും ഗുരുവായൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വെച്ച് 2 വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാവുന്ന റോഡിൽ അർദ്ധരാത്രിയിൽ 2 ബസ്സുകൾ പരസ്പരം മത്സരിച്ചത് കാരണം ഞങ്ങളുടെ കാറ് ഒട്ടും സ്ഥലമില്ലാത്തിടത്തേക്ക് ഒതുക്കപ്പെട്ട് ഒരു മരത്തിലിടിച്ചു കയറേണ്ട സാഹചര്യമാണ് വന്നത്. സെൻറ്റിമീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. KSRTC ബസ്സുകളുടെയും സ്വകാര്യ ബസ്സുകളുടെയും അശ്രദ്ധമായ മത്സരയോട്ടത്തിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. ഇതാണ് എൻ്റെ നിർദ്ദേശം. അല്ലാത്തപക്ഷം ഇത്തരത്തിലൊരനുഭവം എനിക്ക് വീണ്ടും ഉണ്ടായാൽ ആ വാഹനങ്ങളുടെ ടയറുകൾ കുത്തിക്കീറാനും വിൻഡോ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാനും കുറ്റവാളിയുടെ താടിയിൽ തകർക്കാനും എനിക്ക് ക്ലീൻ പാസ് നൽകേണ്ടതാണെന്നാണ് മാധവ് സുരേഷ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസമാണ് KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ ബസ് മറ്റൊരു KSRTC ബസ്സിലിടിച്ച് അപകടമുണ്ടായത്. പെരിന്തൽമണ്ണ താഴേക്കോട് വാലിപ്പാറയിലായിരുന്നു ഈ സംഭവം. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായതുമാണ്. ഇപ്പോൾ നടൻ മാധവ് സുരേഷ് ഗോപിയുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിനോട് നിരവധി പേരാണ് അനുകൂലിച്ചുകൊണ്ട് കമൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി പേർ താരത്തെ അനുകൂലിച്ചുകൊണ്ട് ഇതിനെതിരെ കമൻസുകൾ അറിയിച്ചിട്ടുണ്ട്. മാധവ് പറഞ്ഞതെല്ലാം വളരെ ശരിയായ കാര്യമാണെന്നും അതുപോലെ ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം വരേണ്ട സാഹചര്യം എപ്പോഴേ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് പലരും ഇതിനോട് അഭിപ്രായപ്പെടുന്നത്.